വെൽക്കം ടു ഗ്രേഡിയൻറ്റ് ലെൻസസ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതിനോടകം 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ലെൻസുകൾ എന്നാൽ എന്താണ് എന്നുള്ള കാര്യം പഠിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇനി ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക, ആ ക്ലാസ്സുകൾ കാണുക. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ അത് കാണാതെ നമുക്ക് ഈ ക്ലാസ് കണ്ടിട്ട് കാര്യമില്ല. ഫസ്റ്റ് ക്ലാസ് നമ്മൾ ലെൻസ് എന്നാൽ എന്താണെന്നും ലെൻസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നുള്ളത് പഠിച്ചു. ഏതൊക്കെയാണ്? കോൺവെക്സും കോൺകേവും. അടുത്ത് ഈ പറയുന്ന ലെൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒപ്റ്റിക് സെൻറ്റർ എന്താണ്, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്താണ്, ഒപ്റ്റിക് ആക്സിസ് എന്താണ്, അപ്പർച്ചർ എന്താണ്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ്, ഫോക്കൽ ലെങ്ത് എന്നിവയുള്ള കാര്യങ്ങൾ പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് ഒരു ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇമേജ് എന്ന് പറയുന്നത്? ആ ഇമേജ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞു നേരെ വന്ന് പതിക്കുന്നത് അല്ലേ, റേസ് ആക്ച്വലി വന്ന് മീറ്റ് ചെയ്യുന്ന സ്ഥലത്തുണ്ടാകുന്നതാണെങ്കിൽ അത് റിയൽ ഇമേജ് എന്നും, റേസ് അപ്പിയേഴ്സ് ടു ബി മീറ്റിംഗ് ഫ്രം എ പോയിന്റ് ആണെങ്കിൽ അത് വെർച്വൽ എന്നും അല്ലേ. ഇങ്ങനെ നമുക്ക് ലൈറ്റ് റേ നേരെ വന്ന് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നെങ്കിൽ അതെന്താണ്? റിയൽ ഇമേജും. ഇങ്ങനെ ലെൻസിനുള്ളിലായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതാണെന്ത്? വെർച്വൽ ഇമേജ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ റേ ഡയഗ്രം വരയ്ക്കാൻ പഠിച്ചു അല്ലേ. ഒരു കോൺവെക്സ് ലെൻസിൽ റേ ഡയഗ്രം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഈ പറയുന്ന ലെൻസിൽ വെച്ചിട്ട് ഇമേജ് ഫോം ചെയ്യിപ്പിക്കുന്നത് നമ്മളൊരു പേപ്പറിൽ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൈറ്റ് റേസിനെ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈനുകൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേ ഡയഗ്രം എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള റേ ഡയഗ്രം വരയ്ക്കാൻ നമുക്ക് 3 റേസാണ് മിനിമം വേണ്ടത് അല്ലേ. പ്രിൻസിപ്പൽ ആക്സിസ് നേരെ പോകുന്ന റേ, ഒപ്റ്റിക് സെൻറ്ററിന് നേരെ പോകുന്ന റേ, ഫോക്കസിൽ കൂടെ പോകുന്ന റേ. സത്യം പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ഈ 2 റേസും വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തു? ഇമേജ് ഫോർമേഷൻ മൊത്തം വരച്ചു അല്ലേ. ഒബ്ജക്റ്റ് ബിയോണ്ട് 2F'ലിരുന്നാൽ, അറ്റ് 2F'ലിരുന്നാൽ, ബിറ്റ്വീൻ F ആൻഡ് 2F'ലിരുന്നാൽ, അറ്റ് F'ലിരുന്നാൽ, ബിറ്റ്വീൻ F ആൻഡ് ദ ലെൻസ് ഇരുന്നാൽ. ഇതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേസ് എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഒരു കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം വെർച്വൽ ഇമേജ് കിട്ടുന്ന അല്ലേ, എന്താണ് വെർച്വൽ ഇമേജ് കിട്ടുന്ന ഏക കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റിനെ ഫോക്കസിനും ലെൻസിനും ഇടയിൽ വയ്ക്കുമ്പോഴാണെന്നുള്ള കാര്യം വരെ നമ്മൾ പറഞ്ഞു നിർത്തി. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കോൺകേവ് ലെൻസിൻ്റെ കേസാണ്. ഓക്കെ, അപ്പോൾ കോൺകേവ് ലെൻസിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ഒരു കോൺകേവ് ലെൻസ്. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കാൻ പോവുകയാണ്? ഇമേജ് ഫോർമേഷൻ ഇൻ കോൺകേവ് ലെൻസ് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, എൻഡുകളിൽ വീതിയുള്ളതും നടുക്ക് കട്ടി കുറഞ്ഞതുമായിട്ട് വരുന്ന ഇത്തരം ലെൻസുകളാണ് നമ്മൾ കോൺകേവ് ലെൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോൺകേവ് ലെൻസിൽ ഇമേജ് ഫോർമേഷൻ പഠിക്കാനും നമുക്ക് എത്ര റേസ് വേണം? 3 റേസാണ് വേണ്ടത്. അതിൽ ഒന്നാമത്തെ റേ നമ്മൾ പ്രിൻസിപ്പൽ നമ്മൾ തൊട്ട് പഠിച്ച പോലെ തന്നെ, ഏതാണ്? കോൺവെക്സി പഠിച്ച പോലെ. ഈ ആക്സിസിൻ്റെ പേരാണല്ലോ അവിടെ ഒപ്റ്റിക്കൽ ആക്സിസ്. അപ്പോൾ ഇതിന് പാരലായി വരുന്ന ഒരു റേ, ഇത് ഡൈവേർജിങ് ലെൻസ് ആണെന്നുള്ള കാര്യം ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്ത് പോകും. അപ്പോൾ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്സിസിന് പാരലായി വരുന്ന റേ റിഫ്രാക്ഷന് ശേഷം ദൂരേക്ക് പോകും. അപ്പോൾ ദൂരേക്ക് പോയാൽ ഒരിക്കലും ഇത് മീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ വെർച്വൽ ഇമേജ് എടുക്കും അല്ലേ. അത് എന്ത് ചെയ്യുന്നു? അത് പിറകിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്താൽ ഇവിടെ ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ റേ അല്ലേ. പ്രിൻസിപ്പൽ ആക്സിന് നേരെ പോകുന്ന റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ ദൂരേക്ക് പോകും. സോ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി കമ്മിങ് ഫ്രം എ പോയിന്റ് ഓൺ ദ ഫോക്കസ് ഓഫ് ദ, ആ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? ഫോക്കസ് എന്ന് വിളിക്കാം. ഇത് ഒന്നാമത്തെ റേ. അപ്പോൾ രണ്ടാമത്തെ റേ എന്തായിരിക്കും? ഒരു റേ ഫോക്കസിന് നേരെ പോവുകയാണ്. ഒരു റേ എന്ത് ചെയ്യുവാണ്? ഫോക്കസിന് നേരെ പോവുകയാണ്. അതായത് ഇത് വീണ്ടും നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു കോൺകേവ് ലെൻസ് വരയ്ക്കാം. കോൺകേവ് ലെൻസിൽ ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്, അതിൽ ഈ പോയിൻ്റാണ് അതിൻ്റെ ഫോക്കസ് എന്ന് വിചാരിക്കുക. 2 ഫോക്കസ് ഉള്ളത് അറിയാമല്ലോ. അപ്പോൾ ഈ ഫോക്കസിൻ്റെ നേരെയാണ് റേ വരുന്നതെങ്കിൽ, അതായത് നമ്മൾ ഇവിടുന്ന് ശേഷം സത്യം പറഞ്ഞാൽ റേ ഇങ്ങോട്ടല്ല പോകുന്നത്, തോന്നിക്കുകയാണ് എങ്കിൽ ഈ റേ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കടന്നു പോകും. ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ എന്താ അർത്ഥം? പ്രിൻസിപ്പൽ ഫോക്കസിന് നേരെ വരുന്ന റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ എങ്ങനെ കടന്നു പോകും? ഒപ്റ്റിക്കൽ ആക്സിസിന് പാരലായി കടന്നു പോകും. മൂന്നാമത്തെ റേ എന്ന് പറയുന്നത് എല്ലാ ലെൻസുകൾക്കും കോമൺ ആണ്. ഒപ്റ്റിക് സെൻറ്ററിൻ്റെ നേരെ വരുന്ന റേ വിത്തൗട്ട് എനി ഡീവിയേഷൻ അതേ പാത്തിലൂടെ പോകും. കാരണം ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 0ആണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നതും 0 ആയിരിക്കും. അങ്ങനെയുള്ള ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ നോട്ട് പ്രിഫർ ചെയ്യുക. ആ നോട്ടിൽ ഞാൻ വ്യക്തമായിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതും കാരണം എന്നല്ല എന്താ സംഭവിക്കുന്നത് എന്നുള്ള ടേബിൾ അവിടെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഡയറക്റ്റായിട്ട് നമുക്ക് എന്തിലോട്ട് പോകാം? ഇമേജ് ഫോർമേഷനിലോട്ട് പോകാം. ഇമേജ് ഫോർമേഷൻ ഇവിടെ 2 കേസുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫോക്കസിനും 2Fനും ഇടയിലിരിക്കുന്ന കേസും എഫിനും ലെൻസിനും ഇടയിലിരിക്കുന്ന കേസും. പക്ഷേ ഇത് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കാൻ പോവുകയാണ്? കോൺകേവ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഹെഡിങ് കൊടുക്കുക, ഇമേജ് ഫോർമേഷൻ ഇൻ എന്താണ്? കോൺകേവ് ലെൻസ്.
ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് കേസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിനകത്തൊരു പോയിന്റ് ഒപ്റ്റിക് സെൻറ്റർ ആണെന്നുള്ളത് മാർക്ക് ചെയ്യണം. ആ ഒപ്റ്റിക് സെൻറ്ററിനെ വെച്ചുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ട്, മറക്കരുത്, വളരെ തിന്നായിട്ട് ഒരു ലെൻസിനെ മാർക്ക് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക? ഈക്വൽ ഡിസ്റ്റൻസ് എടുത്ത് ഫോക്കസ് അപ്പുറത്തും ഇപ്പുറത്തും മാർക്ക് ചെയ്യുക. അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് എന്ത് ചെയ്യുക? 2Fഉം മാർക്ക് ചെയ്യുക. സെറ്റാണ്. ഇനി നമ്മൾ ഒബ്ജക്റ്റിനെ തൽക്കാലം ഇവിടെ വെച്ചു എന്ന് വിചാരിക്കുക. ബിറ്റ്വീൻ 2F ആൻഡ് F വെച്ചു എന്ന് വിചാരിക്കുക. എനിക്ക് തോന്നുന്നു അതാണ് ഫസ്റ്റ് കേസ് എന്ന് വയ്ക്കുക. Fനും 2Fനും ഇടയിലായിട്ട് നമ്മൾ ആരെ വെച്ചു? ഒബ്ജക്റ്റിനെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിന് നേരെ പോകും. അത് ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് ചെയ്യും? ദൂരേക്ക് പോകും. അതിനെ പുറകിലോട്ട് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്താൽ അത് എവിടെ വന്ന് തട്ടും? ഫോക്കസിൽ വന്ന് തട്ടും. അടുത്ത് നമ്മൾ ഒപ്റ്റിക് സെൻറ്ററിന് നേരെ ഒരു റേയെ കടത്തി വിടുന്നു എന്ന് വിചാരിക്കുക. അതെന്ത് ചെയ്യും? വിത്തൗട്ട് എ ഡീവിയേഷൻ അങ്ങനെ തന്നെ പോകും. അപ്പോൾ ഈ രണ്ട് റേയും കൂടെ വന്ന് ആക്ച്വലി മീറ്റ് ചെയ്ത് എവിടെയാണ്? ദാ ഇവിടെയാണ് അല്ലേ? അപ്പോൾ ഇതാണ് തലയെങ്കിൽ ഇവിടെയാണ് തല. ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടുന്നത്. ഇവിടെയാണ് എന്തിരിക്കുന്നത്? ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇമേജ് കിട്ടി. എന്തൊക്കെയാണ് ഇമേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയാണ് ഇമേജ് കിട്ടിയത്? ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലേ? ഇമേജ് എവിടെയാണ് കിട്ടിയത്? ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ അതേ വശത്ത് തന്നെ നമുക്ക് ഇമേജിനെ കിട്ടി. ശരി, എന്താ ഇമേജിൻ്റെ പ്രത്യേകത? ഇത് റിയൽ ഇമേജ് ആണോ വെർച്വൽ ഇമേജ് ആണോ? എടാ, ഒരു റേ എങ്കിലും ദാ ഇങ്ങനെ ഡോട്ടഡ് ലൈനായിട്ട് വരികയാണെങ്കിൽ അത് എന്ത് ഇമേജ് ആയിരിക്കും? അത് വെർച്വൽ ഇമേജ് ആയിരിക്കും. വെർച്വൽ ഇമേജുകൾ എപ്പോഴെടുത്താലും അതെന്തായിരിക്കും? അത് ഇറക്റ്റ് ആയിരിക്കും. അതായത് ഒബ്ജക്റ്റ് നേരെ ഇരിക്കുകയാണെങ്കിൽ ആ ഇമേജും എങ്ങനെ തന്നെയായിരിക്കും? നേരെയായിരിക്കും. ഇതിനെയാണ് ഇറക്റ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് എന്തായിരിക്കും? ഇത് ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ് അല്ലേ? വലിപ്പം നോക്കുമ്പോൾ ഇത്രയും ഒബ്ജക്റ്റ് ഉണ്ട്, പക്ഷേ ഇമേജ് ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? ഡിമിനിഷ്ഡ് എന്ന് പറയാം. എന്ത് പറയാം? ഡിമിനിഷ്ഡ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയും. ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുകയാണ്? എഫിനും 2Fനും ഇടയിൽ ഇരിക്കുകയാണ്. എഫിനും 2Fനും എഫിനും ഇടയിൽ ഇരിക്കുകയാണെങ്കിൽ ഇമേജ് എഫിനും ഓക്ക് ഇടയിലായിരിക്കും. അതായത് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ദ F ആൻഡ് O ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അതെന്തായിരിക്കും? റിയൽ ആയിരിക്കും എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന തെറ്റാണ്. ഓക്കെ, ഈ പറയുന്ന നോട്ടിൻ്റെ മിസ്റ്റേക്കാണ്. അത് ഞാൻ എന്ത് ചെയ്തോളാം? നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്തോളാം. എന്തായിരിക്കും അത്? വെർച്വൽ ആയിരിക്കും. വെർച്വൽ ഇമേജുകൾ എപ്പോഴും എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. മാത്രമല്ല അതെന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും. എന്തായിരിക്കും അത്? ഡിമിനിഷ്ഡ് ആയിരിക്കും. ഇനി വേറൊരു കേസ് ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കേസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി വരച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റിനെ എവിടെ വയ്ക്കുന്നത്? ഫോക്കസിനും ലെൻസിനും ഇടയിൽ വയ്ക്കുന്നത്. അതായത് ഈ ഫോക്കസിനും ലെൻസിനും ഇടയിൽ ഒബ്ജക്റ്റിനെ വെച്ചാലും ഒരു മാറ്റവും വരത്തില്ല. ഇമേജ് മോളിൽ കിട്ടിയ അതേ കേസ് തന്നെയായിരിക്കും. കണ്ണും പൂട്ടി നിങ്ങൾക്ക് എഴുതാം. മോളിൽ കിട്ടിയ അതേ കേസ് തന്നെയാണ് വരുന്നത്. അതായത് എന്തായിരിക്കും? ഇമേജ് ഇവിടെയും മിസ്റ്റേക്കാണ്. ഇമേജ് എവിടെയായിരിക്കും? ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് O ആയിരിക്കും. അതും എന്ത് തന്നെയായിരിക്കും? ഇങ്ങനെ വരുമ്പോൾ ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസിനും ഒപ്റ്റിക് സെൻറ്ററിനും ഇടയിൽ കൊണ്ടുവച്ചാലും എന്ത് പറ്റും? നേരെ പോയിട്ട് ലൈറ്റ് ബാക്കിലോട്ട് പോകും. ഒപ്റ്റിക് സെൻറ്ററിന് നേരെ പോവുകയാണെങ്കിൽ എന്ത് പറ്റും? അത് പോവും. നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഇവിടെ തന്നെ ഇമേജിനെ കിട്ടും. ഒരു മാറ്റവും ഇല്ല. സോ നമ്മൾ 2Fൽ വെച്ചാലും ബിറ്റ്വീൻ F ആൻഡ് 2Fൽ വെച്ചാലും Fൽ വെച്ചാലും F ആൻഡ് Oയിൽ വെച്ചാലും എല്ലാം ഇമേജ് കിട്ടുന്ന എവിടെയായിരിക്കും? ഈ ഒരേ പൊസിഷനിൽ ആയിരിക്കും. ഇവിടെ തന്നെ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോ. അല്ല, വേണ്ട, ഇത് ആവശ്യമില്ലാത്ത പോയിന്റ് പറയാനുണ്ട്. ശരി, അപ്പോൾ എന്താണ്? ഇത്രയും സെറ്റാണ്. അപ്പോൾ അവിടെ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമേജ് വെർച്വൽ ഇമേജ് ആയിരിക്കും. അതെപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. മാത്രമല്ല അതെന്തായിരിക്കും? ഡിമിനിഷ്ഡ് ഇമേജും ആയിരിക്കും. അതെന്തായിരിക്കും? അതൊരു ഡിമിനിഷ്ഡ് ഇമേജും ആയിരിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. അതാ കണ്ടോ? ഇതാ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. പൊസിഷൻ ഓഫ് ദ ഇമേജ് രണ്ടിടത്തും എവിടെയായിരിക്കും? സെയിം സൈഡായിരിക്കും. എവിടെയായിരിക്കും? സെയിം സൈഡായിരിക്കും. രണ്ടിലും വെർച്വൽ ആയിരിക്കും. രണ്ടിലും ഇറക്റ്റ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ രണ്ടിലും എന്താണ്? ഡിമിനിഷ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതോടുകൂടി എന്ത് കഴിയുന്നു? കോൺകേവിലെയും കോൺവെക്സിലെയും ഇമേജ് ഫോർമേഷൻ കഴിഞ്ഞു. അതായത് റേ ഡയഗ്രാം വെച്ച് നമുക്കിപ്പോൾ എന്ത് കണ്ടുപിടിക്കാൻ അറിയാം? ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഇമേജിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എപ്പോഴും നമുക്കിതുപോലെ റേ ഡയഗ്രാം വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. സോ എപ്പോഴും ഈ റേ ഡയഗ്രാം വരയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാത്തമെറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ വെർച്വൽ ആണോ, ഇറക്റ്റ് ആണോ, ഡിമിനിഷ്ഡ് ആണോ, അതുപോലെ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നു, ഇമേജ് എവിടെ ഇരിക്കുന്നു, ഫോക്കസ് എവിടെ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്? അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നില്ല, നമ്മൾ പറയാൻ പോവുകയാണ് ലെൻസ് ഇക്വേഷൻ. അതായത് മാത്തമെറ്റിക്കലി നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും.
അപ്പോൾ എന്താണ് ലെൻസ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെൻസ് ഇക്വേഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ്. ലെൻസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പാണ്. നമ്മളത് എന്തിന് സഹായിക്കും? നമുക്കതിനെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള ഒരു റിലേഷൻ തരും. ഇതൊക്കെയാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള റിലേഷൻ തരും. അപ്പോൾ നമുക്ക് വരുന്നു ചോദ്യം വരും, എന്താണ് ഈ പറയുന്ന ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, എന്താണ് ഇമേജ് ഡിസ്റ്റൻസ്, എന്താണ് ഫോക്കസ്? നമുക്ക് ആദ്യം അതെന്താണെന്നൊന്ന് നോക്കിയിട്ട് ഇക്വേഷനിലോട്ട് പോകാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഏത് ലെൻസ് വേണമെങ്കിലും എടുത്തോ, കോൺകേവ് എടുക്കോ കോൺവെക്സ് എടുക്കോ, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തു. എന്നിട്ട് നമ്മൾ ആക്സിസ് വരച്ചു. ഇതാണ് ഒപ്റ്റിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മളുടെ ഒപ്റ്റിക് സെൻറ്റർ ഉള്ളത്. തൽക്കാലം ഞാനൊരു കോൺവെക്സ് ലെൻസിനെ എടുത്തു. നമ്മളിവിടെയാണ് ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ ഈ ഒബ്ജക്റ്റും ഒപ്റ്റിക് സെൻറ്ററും വരെയുള്ള ദൂരം, ഒബ്ജക്റ്റും ഒപ്റ്റിക് സെൻറ്ററും വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ യു അഥവാ എന്ത് വിളിക്കുന്നത്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് ഒബ്ജക്റ്റ്. ഇനി സപ്പോസ് ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇമേജ് അങ്ങനെയാണെങ്കിൽ ഈ ഒപ്റ്റിക് സെൻറ്ററും ഇമേജും വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ വി അഥവാ എന്ത് വിളിക്കുന്നത്? ഇമേജ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഇമേജ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട് എഫ്, ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട് എഫ്, ഏതോ ആയിക്കോട്ടെ. ഒപ്റ്റിക് സെൻറ്ററും ഫോക്കസും തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിക് സെൻറ്ററും ഫോക്കസും വരെയുള്ള ദൂരമാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന്. അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മുടെ ലെൻസ് ഫോർമുലയുടെ ബേസിക് ആയിട്ട് വരുന്ന 3 കാര്യങ്ങൾ: യു, വി, എഫ്. യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കൽ ലെങ്ത്. ഇത്രയും മാർക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം ക്ലാസ് കണ്ട ഒരു കുട്ടിക്ക് കുറേ സംശയങ്ങൾ വരും അല്ലേ? അതായത് ഫോക്കസ് ഇടതുവശത്ത് വന്നു, വലതുവശത്ത് വന്നു, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇടതുവശത്ത് വന്നു, ഇമേജ് ഡിസ്റ്റൻസ് വലതുവശത്ത് വന്നു. അപ്പോൾ ഇടതും വലതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമ്പോൾ നമുക്കിതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നൊരു ചോദ്യം വരൂലേ അല്ലേ? അതായത് ഇപ്പോൾ ഒബ്ജക്റ്റ് ഞാൻ ഇടതുവശത്താണോ വെച്ചേക്കുന്നത് അതോ വലതുവശത്താണോ വെച്ചേക്കുന്നത്, ഇമേജ് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗട്ട് വരത്തില്ലേ? അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് കോൺവെക്സ് ലെൻസ് അല്ലേ? കോൺവെക്സ് ലെൻസിൽ നമ്മൾ അവസാനത്തെ ഒരു കേസ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇമേജ് ഉണ്ടായത് വലത്തെ വശത്താണ് അല്ലേ? എവിടെയായിരിക്കും? ബിറ്റ്വീൻ 2f ആൻഡ് f ഉണ്ടായി, അറ്റ് 2f ഉണ്ടായി, ബിയോണ്ട് 2f ഉണ്ടായി, ഇൻഫിനിറ്റി ഉണ്ടായി. എന്നാൽ ഒരു കേസ് പഠിച്ചപ്പോഴത്തേക്ക് ഇമേജ് എവിടെയാണ് ഉണ്ടായത്? ആ ഇമേജ് ഉണ്ടായത് ഇവിടെയാണ് അല്ലേ? അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വി നമുക്ക് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. അതായത് ദൂരമല്ല, ഡയറക്ഷൻ, വലത്തോട്ട് ഇടത്തോട്ട് എന്നുള്ള ഡയറക്ഷൻ പ്രശ്നം. അപ്പോൾ ഈ ഒരു പ്രശ്നം മറ്റെല്ലാവരെയും പോലെ തന്നെ ഇത് പറഞ്ഞ സയൻറ്റിസ്റ്റുമാർക്കും ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഗ്രാഫ് വരയ്ക്കാൻ അറിയാമല്ലോ അല്ലേ? നിങ്ങൾക്കും അറിയാമായിരിക്കും ഗ്രാഫ് വരയ്ക്കാൻ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുന്ന പോലെ നിങ്ങളിതങ്ങ് വരച്ചാൽ മതി. അപ്പോൾ എന്തോ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പ്രത്യേകത? നമുക്കറിയാം ഗ്രാഫിന് 2 ആക്സിസുകളാണുള്ളത്. ഏതൊക്കെയാണ്? എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. ഉണ്ടോ ഇല്ലേ? എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. നമ്മളും അതുപോലെ എന്ത് ചെയ്യുക? ആക്സിസ് വരച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. അതായത് നിങ്ങൾ എക്സ് ആക്സിസ് മാർക്ക് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക? വൈ ആക്സിസും അങ്ങോട്ട് മാർക്ക് ചെയ്യും. എന്നിട്ട് നിങ്ങളടുത്ത് പറഞ്ഞേക്കുക, അല്ലെങ്കിൽ അവർ പറഞ്ഞേക്കുകയാണ്, നിങ്ങൾ ലെൻസുമായി ബന്ധപ്പെട്ട് എന്ത് എക്സ്പെരിമെൻ്റ് ചെയ്താലും നമ്മുടെ ഗ്രാഫിൻ്റെ ഒറിജിൻ ഉണ്ടല്ലോ, ഗ്രാഫിൻ്റെ ഒറിജിൻ, ഈ ഒറിജിൻ ആയിരിക്കണം എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലെൻസിനെ എപ്പോഴും വയ്ക്കേണ്ടത് ഇങ്ങനെ ആയിരിക്കണം. എങ്ങനെയായിരിക്കണം? ഇങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കോൺകേവ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ലെൻസിനെ വയ്ക്കേണ്ടത്. നമുക്ക് കോൺവെക്സിൽ തന്നെ നിൽക്കാം. ഇങ്ങനെയാണ് നമ്മൾ എന്തിനു വയ്ക്കേണ്ടത്? ലെൻസിന് വയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്തുവാണ്? ഒബ്ജക്റ്റ് 99.99% നമ്മൾ ഒബ്ജക്റ്റിനെ എപ്പോഴും കൺവെൻഷനലി എവിടെയാണ് വയ്ക്കുന്നത്? ഇടതുവശത്താണ് വയ്ക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇടത്തെ വശത്ത് വെച്ചാലും വലത്തെ വശത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ലെന്ന്. അത് ശരി തന്നെ. പക്ഷേ പഠിക്കാൻ എളുപ്പത്തിന് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചോ, ഒബ്ജക്റ്റിനെ നമ്മൾ എപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്താലും എവിടെ വയ്ക്കുകയുള്ളൂ? ഇടതുവശത്തേ വയ്ക്കുകയുള്ളൂ. എവിടെ വയ്ക്കുകയുള്ളൂ? ഇടതുവശത്തേ വയ്ക്കുകയുള്ളൂ. അപ്പോൾ ഇടതുവശത്താണ് വയ്ക്കുന്നതെങ്കിൽ നോക്കിയോ, ഇതാണല്ലോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എന്ന് പറയുന്നത്. നിങ്ങളൊരു ഗ്രാഫിലാണ് വരച്ച് വെച്ചേക്കുന്നത്. ഇത് എക്സ് ആക്സിസ്, ഇത് എക്സ് ഡാഷ് അല്ലെങ്കിൽ മൈനസ്, ഇത് വൈ ആക്സിസ്, ഇത് വൈ ഡാഷ്. ഇവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ട്
ഇതാ ഇത്രയും ഡിസ്റ്റൻസ് നിങ്ങളുടെ അടുത്ത് മെഷർ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം ഇങ്ങോട്ടാണ് പ്ലസ് അല്ലേ, ഇങ്ങോട്ട് എന്താണ് നെഗറ്റീവാണ് അല്ലേ, നമ്മൾ നമ്പർ ലൈനിലൊക്കെ പഠിക്കുന്ന പോലെ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്തായിട്ട് എടുക്കുകയുള്ളൂ? നെഗറ്റീവായിട്ടേ എടുക്കുകയുള്ളൂ. എന്തായിട്ട് എടുക്കുകയുള്ളൂ? നെഗറ്റീവായിട്ടേ എടുക്കുകയുള്ളൂ, ആണല്ലോ. ഇനി ഒരു ഇമേജ് ഇതാ ഇവിടെ ഉണ്ടായി എന്ന് വിചാരിക്കുക. ഇതാ ഈ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അപ്പോൾ എന്തായിട്ട് എടുക്കുകയുള്ളൂ? നമ്മൾ പോസിറ്റീവായിട്ടേ എടുക്കുകയുള്ളൂ. എന്തായിട്ട് എടുക്കുകയുള്ളൂ? പോസിറ്റീവായിട്ടേ എടുക്കുകയുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഇവിടെയാണ് ഇമേജ് ഉണ്ടായതെന്നിരിക്കട്ടെ, എങ്കിൽ ഈ ഇമേജ് ഡിസ്റ്റൻസ് നിങ്ങൾ എന്തായിട്ട് എടുക്കും? ഇവിടുത്തെ വി നിങ്ങൾ എന്തായിട്ട് എടുക്കും? അത് നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കും. അപ്പം നമുക്ക് ആ വാല്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇമേജ് ഉണ്ടായത് ഇടത്താണോ വലത്താണോ എന്നുള്ളത്. ഐഡിയ കിട്ടുന്നുണ്ടോ? ഇതിപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞ് വെറുതെ വേണമെങ്കിൽ പഠിപ്പിച്ചു പോകാം, പക്ഷേ അത് എന്തിനാണ് കൊണ്ടുവന്നതെന്നാണ് ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടാവും ഇല്ല എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് പറയുക. നമ്മൾ യു എന്ന ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും വി എന്ന ഇമേജ് ഡിസ്റ്റൻസ് എഫ് എന്ന ഫോക്കൽ ലെങ്തിനെ പറ്റി പഠിക്കുന്നു. അതൊരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് തന്നു. അപ്പോൾ നമുക്കറിയണം ഇത് ഒരു കോൺകേവ് ലെൻസ് ആണോ കോൺവെക്സ് ലെൻസ് ആണോ എന്ന് നമുക്കറിയണം. എന്തറിയണം? ഇതൊരു കോൺകേവ് ലെൻസ് ആണോ അതോ കോൺവെക്സ് ലെൻസ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം? അറിയണം. പക്ഷേ സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയെന്നറിയാവോ? നോക്കിക്കോ. തൽക്കാലം നിങ്ങൾ വിചാരിക്കുക ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പ്ലസ് 10 സെൻറ്റിമീറ്ററാണ്. പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും? അത് ഇവിടെ ആയിരിക്കും എന്ത് വരുന്നത്? ആ ഫോക്കസ് എന്ന് പറയുന്ന പ്ലസ് 10 സെൻറ്റിമീറ്റർ വരുന്നത്. വലതുവശത്ത് ഫോക്കസ് വരുവാണെങ്കിൽ മിക്കവാറും അത് ഏത് ലെൻസ് ആയിരിക്കും? അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അതെന്തായിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും, പ്രൊവൈഡഡ് ഒബ്ജക്റ്റ് നമ്മൾ ഇടതുവശത്ത് വയ്ക്കുന്നു എന്ന്. ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം വരെ ടെക്സ്റ്റ് ബുക്കിലും CBSEയിലും ഒക്കെ നമ്മൾ എപ്പോഴും എന്താ പറയുന്നത്? ഒബ്ജക്റ്റിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വയ്ക്കും എന്നുള്ളൊരു പോയിന്റും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുമായിരുന്നു. ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്ക് അത് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും അത് പഠിക്കുന്നതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നല്ലത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സൈനുകൾ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈൻ കൺവെൻഷൻ എന്ന് വിളിക്കുന്നത്. സൈൻ കൺവെൻഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സൈൻ കൺവെൻഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലെൻസും മിററുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് മെഷർമെൻറ്റ് എടുത്താലും അത് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് വേണം എടുക്കാൻ. എവിടെ നിന്ന് വേണം എടുക്കാൻ? ഒപ്റ്റിക് സെൻറ്റർ. ആലോചിച്ച് നോക്ക്, ഗ്രാഫിൻ്റെ ഒറിജിനും ഒപ്റ്റിക് സെൻറ്റർ ഒന്നാണെങ്കിൽ നമ്മൾ അവിടെ നിന്നല്ലേ എടുക്കുകയുള്ളൂ. അടുത്ത് ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഇൻസിഡൻറ്റ് റേ ഷുഡ് ബി കൺസിഡേർഡ് പോസിറ്റീവ് എന്ന് വെച്ചാൽ, നോക്കടാ ഇവിടെ ഇൻസിഡൻറ്റ് റേ പോകുന്ന ഡയറക്ഷൻ ഏതാണ്? ഇങ്ങോട്ട് അല്ലേ. നമ്മൾ ഇങ്ങോട്ട് മെഷർമെൻറ്റ് എടുക്കുന്നു വെച്ചാൽ ഇവിടുന്ന് ഈ പോയിന്റ് തൊട്ട് വലത്തോട്ടല്ലേ നമ്മൾ ഇങ്ങനെ വലത്തോട്ട് മെഷർമെൻറ്റ് എടുക്കുകയുള്ളൂ. അതായത് ഇവിടുന്ന് പോകുമ്പോഴല്ലേ 1, 2, 3, 4 വലത്തോട്ട് മെഷർമെൻറ്റ് എടുക്കൂ. അതെല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ദോസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഷുഡ് ബി കൺസിഡേർഡ് നെഗറ്റീവ് എന്ന് വെച്ചാൽ വലത്തോട്ട് എടുക്കുന്ന മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ അത് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് വലത്തോട്ട് എടുക്കുമ്പോൾ നമുക്ക് കൂടുകയുള്ളൂ അല്ലേ. അല്ലാതെ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് മെഷർമെൻറ്റ് എടുക്കും. എങ്ങനെ എടുക്കും? ഇവിടെ ഒരു -4, -2, -3 അങ്ങനെ എടുക്കില്ലല്ലോ നമ്മൾ മെഷർമെൻറ്റ്. ഡിസ്റ്റൻസ് എടുക്കുന്നത് എപ്പോഴും ഇവിടുന്ന് ആയിരിക്കുമല്ലോ. അടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് -1, -2, -3, -4 ഇതെല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് സിമ്പിളി ഗ്രാഫിൽ നിന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് പിള്ളേർക്ക് അത് പിടികിട്ടും. ഇത് വേറെ രീതിയിൽ അത് പറഞ്ഞേക്കുന്നതന്നേ ഉള്ളൂ. അടുത്ത് മുകളിലോട്ടുള്ള മെഷർമെൻറ്റുകളെല്ലാം ഇത് Y ആക്സിസ് അല്ലേ, പോസിറ്റീവ് Y അല്ലേ. അപ്പോൾ മുകളിലോട്ടുള്ള മെഷർമെൻറ്റ് എല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. താഴോട്ടുള്ള മെഷർമെൻറ്റ് എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സംശയമുണ്ടോ? ഇവിടെ നോക്കിക്കോ, ഇതൊരു ആക്സിസ് ആണെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ ഒബ്ജക്റ്റിനെ വെച്ചു. ഈ ഒബ്ജക്റ്റിൻ്റെ ഉയരം എനിക്ക് അളക്കണം, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എനിക്ക് അളക്കണം. ഞാൻ എങ്ങനെ അളക്കൂടാ? ഇതാണ് ഒപ്റ്റിക് സെൻറ്റർ അല്ലെങ്കിൽ ഇതാണ് ഒറിജിൻ. ഇവിടുന്ന് ഇങ്ങനെയല്ലേ 1, 2, 3 എന്ന് പോവുള്ളൂ. അപ്പം ഞാൻ എങ്ങനെ എടുക്കും? ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത് +3 സെൻറ്റിമീറ്റർ ആണെന്ന് പറയും. ഇനി ഇമേജ് ഇവിടെയാണ് ഫോം ചെയ്തതെന്നിരിക്കട്ടെ. ഇവിടുന്ന് മെഷർമെൻറ്റ് പോകുന്നത് എങ്ങനെയാണ്? -1, -2, -3 അല്ലേ. അപ്പം ഞാൻ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് എടുക്കും? -3 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കും. ഈ ഒബ്ജക്റ്റിൻ്റെ ദൂരം ഞാൻ എത്രയായിട്ട് എടുക്കും? ഇവിടുന്ന് -1, -2, -3 എന്നല്ലേ പോവുള്ളൂ. അപ്പോൾ യു എന്ന് പറയുന്നത് ഞാൻ എത്രയായിട്ട് എടുക്കും? ഒരു ഉദാഹരണത്തിന് -4 സെൻറ്റിമീറ്റർ എന്ന് എടുക്കും. ഇനി ഇവിടുന്ന് വലത്തോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്, ഈ ദൂരം എന്ന് പറയുന്നത് എങ്ങനെ എടുക്കും? 1, 2, 3, 4, 5 എന്ത് ഞാൻ എടുക്കും? വി എന്ന് പറയുന്ന 5 സെൻറ്റിമീറ്റർ എന്ന് എടുക്കും. സെറ്റ് അല്ലടാ. ഈ രീതിയിൽ വേണം നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈൻ കൺവെൻഷൻ എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായ ഭാഷയിൽ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് എഴുതി വെച്ചിട്ടുണ്ട്. സെയിം സാധനം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ അതേ പോയിന്റ് എഴുതിയാലും മാർക്ക് വരും എന്നുള്ള ടീച്ചറാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങളത് എഴുതുക. അല്ല പോയിന്റ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ് എഴുതിയാലും മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ലെൻസ് ഫോർമുല എവിടെ പോയി? ലെൻസ് ഫോർമുല പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് എത്തിയത്? ഇതായെത്തി ലെൻസ് ഫോർമുലയോട്ട്? ഒന്നുമില്ല. ലെൻസ് ഫോർമുല മിറർ ഫോർമുല പഠിച്ച് നിങ്ങൾക്ക് ലെൻസ് ഫോർമുല പഠിക്കുക ഒരു ബുദ്ധിമുട്ടുമില്ല. സൈൻ മാത്രം മാറ്റി കൊടുത്താൽ മതി. അതായത് 1/f =
1/v മൈനസ് 1/u എന്ന് പറയുന്നതാണ് എന്ത് ലെൻസ് ഫോർമുല എന്ന് പറയുന്നത്. 1/f എന്ന് പറയുന്നത് 1/v മൈനസ് 1/u. മിറർ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലേ, 1/f = 1/u + 1/v എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ അത് തന്നെ. ഇത് നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. അതായത് ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1/f = ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, u വരും, മൈനസ് ഇവനെ ക്രോസ് ചെയ്യുമ്പോൾ v വരും, ബൈ ഇവരെ തമ്മിൽ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ u × v എന്ന് വരും. ഇത് 1/f ആണ്. ഇതിൽ നിന്ന് f കിട്ടാൻ എന്ത് ചെയ്യണം, റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ എന്ത് വരും, uv/u - v എന്ന് വരും. ഇതാണ് ഇവിടെ സിമ്പിളായിട്ട് ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തേക്കുന്നത്. ഇത് രണ്ടും എന്ത് തന്നെയാണ്, ലെൻസിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. അതിൽ എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്. എന്നിട്ട് ആദ്യം കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുമെങ്കിൽ പേടിക്കേണ്ട കേട്ടോ, പ്രോബ്ലം ചെയ്യുമ്പോൾ സെറ്റ് ആയിക്കോളും. എഫ് എന്ന് വെച്ചാൽ ഫോക്കൽ ലെങ്ത്, വി എന്ന് വെച്ചാൽ ഇമേജ് ഡിസ്റ്റൻസ്, യു എന്ന് വെച്ചാൽ എന്താണ്, ഒബ്ജക്റ്റ് സൗണ്ട് കണ്ടോ, സൗണ്ട് കടഞ്ഞു. വി എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ലെൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ലെൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇടത്തോട്ടുള്ളതൊക്കെ യു, ഇമേജ് ഇരിക്കുന്ന ദൂരം വി, ഫോക്കസ് ഇരിക്കുന്ന ദൂരം എഫ്, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. അതിലെപ്പോഴും എന്ത് ഫോം ഫോളോ ചെയ്യണം, സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യണം. അതായത് ഇവിടെ നോക്കിക്കോ, ഇതാ കണ്ടോ, ഈ ദൂരം എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും, അത് -25 ആയിരിക്കും ഇവിടുത്തെ യു എന്ന് പറയുന്നത്. ഇതാ ഈ വി എന്ന് പറയുന്നത് എത്രയായിരിക്കും, വലത്തോട്ടാണ്, അപ്പോൾ എത്രയായിരിക്കും, +100 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്, കണ്ടോ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, +1 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് 4 ആണ്, അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് താഴോട്ടായതുകൊണ്ട് -4 സെൻറ്റിമീറ്റർ വരും. ഓക്കെ ആണോ, ഓക്കെ ആണോ. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ, there is no need to consider whether the object is on left or right side of the object. അല്ല, അത് കൺസിഡർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ എന്താണ്, പഠിക്കാൻ എളുപ്പത്തിലാണ്. കാരണം ഇവിടെ ഒബ്ജക്റ്റ് ഇപ്പോൾ ഇടതുവശത്ത് വെച്ചു. ഇപ്പോൾ ഒബ്ജക്റ്റ് ഇടതുവശത്ത് വെച്ചാലും കാര്യമൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. യു എന്ന് പറയുന്നത് എന്താണ്, വലത്തോട്ടാണ് എടുക്കേണ്ടത് അല്ലേ, ഇവിടുന്ന് വലത്തോട്ടാണ് എടുക്കേണ്ടത്. അതായത് ഇവിടുന്ന് വലത്തോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ നമുക്ക് നോക്കിയേ, വലത്തോട്ട് എടുക്കേണ്ട മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് ഇവിടുത്തെ യു എന്ന് പറയുന്നത് എത്രയായിരിക്കും, +25 സെൻറ്റിമീറ്റർ ആയിരിക്കും. വി എന്ന് പറയുന്നത് -100 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് +1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് -4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. കണ്ടോ, ഇടത് വന്നാലും വലതുവശത്താലും കുഴപ്പമില്ല. പക്ഷെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഈ ഒരു രീതി പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇതാ ഇക്വേഷൻ ഇവിടെ കിടപ്പുണ്ട്, കാര്യങ്ങളിവിടെ കിടപ്പുണ്ട്. ഇത്രയും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നിഫിക്കേഷനും പഠിച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, എപ്പോഴേ നമുക്കത് സെറ്റ് ആവുള്ളൂ. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക്